ഓർമ്മയിൽ മാത്രം അവശേഷിക്കേണ്ട ഒന്നല്ല നമ്മുടെ നാടിന്റെ തനതു രുചികൾ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ആരംഭിക്കുന്നു നമ്മുടെ മധുരിക്കും ഓർമ്മകളിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ മലയാളത്തിലെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പ്രശസ്ത നടിയാണ്. ശരിയാണോ? അങ്ങനെയൊന്നുമില്ല അല്ലെ? ഓക്കെ. നമ്മുടെ രാജാതിരാജയിലെ മമ്മൂട്ടിയുടെ ഒപ്പം, അതിനു മുമ്പ് പൃഥ്വിരാജിന്റെ കൂടെ മെമ്മറീസിൽ, അതിനു മുമ്പ് ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ച നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയ കൂട്ടുകാരിയാണ് അല്ലെ? പ്രിയ കൂട്ടുകാരിയല്ലേ? ആണ്. അപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതുവരെ? 8 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു, പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ആരുടെ കൂടെ അഭിനയിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അനൂപങ്ങളുടെ കൂടെയാ? അന്ന് അനൂപങ്ങളുടെ ഒരു കിസ് കൊടുത്തേ. അനൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അനൂപ് മേനോനല്ലേ? അനൂപ് മേനോന്റെ കൂടെ അഭിനയിക്കുന്ന നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഡാലിയ ചേച്ചി, ഇനി ഡാലിയ ചേച്ചിയിലേക്ക് വരാം. ഡാലിയ ചേച്ചി എന്ത് ചെയ്യുന്നു? ഡാലിയ ചേച്ചി വർക്ക് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിൽ മോളെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാനും ബാക്കി അതിന് സമയം കിട്ടാറുണ്ടോ? മാറി കൊണ്ടുപോകും. ഓരോരുത്തരും മാറി കൊണ്ടുപോകും. ഞാൻ പോലെ ഹസ്ബൻഡോ അല്ലെ ഞങ്ങളൊരു പരിചയത്തിലുള്ള ചേച്ചി ആരെങ്കിലും കൊണ്ടുപോകും. ആരെങ്കിലും കൊണ്ടുപോകും അല്ലേ? ഇതിന്റെ ഇടയിൽ മക്കൾക്ക് പാചകം ചെയ്ത് കൊടുക്കാറുണ്ടോ? സൺഡേസ് ആണ് കൂടുതലും ചെയ്ത് കൊടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങൾ അങ്ങനെ സമയമില്ല, പക്ഷെ സൺഡേസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അത് ശരി. ഓക്കെ. മോള് നമുക്ക് വേണ്ടി 2 വരി പാട്ട് പാടോ? ആ കൂട്ടുകാരൊക്കെ കാത്തിരിക്കാം മോളുടെ 2 വരി പാട്ട് കേൾക്കാനായിട്ട്. പാടിക്കോ. മിടുക്കൻ മുയലച്ചൻ മടിയൻ മരയാമ അടിപിടിക്കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. മിടുക്കൻ മുയലച്ചൻ മടിയൻ മരയാമ അടിപിടികൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. കുറുമൊഴി മേട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം. വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി മുൻപിൽ. അടിപൊളി സൂപ്പർ. കൈ അടിപൊളിയായിട്ടുണ്ട്. എന്തൊരു ഉഷാറില്ലാതെ കൈ തരാനായിട്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്താ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാൻ പോണം? നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ കാത്തിരിക്കാം. അത് സസ്പെൻസ് ആണ്. അപ്പൊ നമ്മള് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എന്താണ് കുക്ക് ചെയ്യാൻ പോണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് കാണാൻ വെയിറ്റ് ചെയ്യാം. ഡാലിയ ചേച്ചി എത്തിക്കഴിഞ്ഞു, യുവക്കുട്ടിയുണ്ട്, ഒപ്പം ഞാനും ഉണ്ട്. നമ്മുടെ മധുരിക്കും ഓർമ്മകളിലൂടെ ആരംഭിക്കുകയാണ്. അപ്പോൾ യുവക്കുട്ടി, നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. യുവക്കുട്ടിയുടെ ആരാധികമാരും ഉണ്ട്. നമ്മൾ എന്താ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണേ? റവലഡു. ക്യാമറ നോക്കി എന്ന് പറഞ്ഞേ. റവലഡു എന്ന് പറഞ്ഞേ. റവലഡു. ഓക്കെ. അപ്പൊ ആരാ നമ്മൾ ഉണ്ടാക്കാൻ പോണേന്ന്? റവലഡു യുവക്കുട്ടിയാണ്. യുവക്കുട്ടിയെ സഹായിക്കുന്നത് അമ്മച്ചിയാണ്. അമ്മയല്ലേ? അമ്മച്ചല്ല, അമ്മ. ഓക്കെ. അപ്പൊ ചേച്ചി, നമ്മള് റവലഡു ഉണ്ടാക്കുന്നത് എങ്ങനെ? എളുപ്പമാണോ? ഈസിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. അത് ശരി. അപ്പൊ നമ്മൾ പാചകം ചെയ്ത് വിജയിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ഒരു വിഭവമാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോണേ. അപ്പൊ നമുക്ക് പതുക്കെ പാചകത്തിലേക്ക് കിടക്കാം. എന്തൊക്കെ ഐറ്റംസ് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ? വറുത്ത റവ. ഓക്കെ. കുറച്ച് തേങ്ങ പീര, ഷുഗർ, ഏലക്ക പൊടിച്ചത്, കാഷ്നട്ട് ഓർ മുന്തിരി. ഓക്കെ. പിന്നെ ഇത്തിരി വെള്ളം, കുറച്ച് നെയ്യും വെള്ളം. ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റവ ലഡു ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, പതുക്കെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ശരി. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം പഞ്ചസാര, ഇത് കാരണം ഇത് റവ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ വറുത്ത് വെക്കേണ്ട, ഇറക്കേണ്ട കാര്യമില്ല. ആദ്യം പഞ്ചസാര പാനിയാക്കി. തിക്ക് പാനിയൊന്നും ആവണ്ട, ജസ്റ്റ് ഷുഗർ ഒന്ന് മിക്സ് ആയാൽ മതി. ചൂടായി കഴിയുമ്പോൾ ഇത് ഞാൻ ഇപ്പൊ അളന്ന് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ 1.5 ഗ്ലാസ് റവയാണുള്ളത്. 1.5 ഗ്ലാസ് തന്നെ വെള്ളം വേണം. അപ്പൊ നമ്മൾ 1.5 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് അതിന്റെ കോമ്പിനേഷൻ. ഇതൊന്ന് ചൂടായതിനു ശേഷം ഈ പഞ്ചസാര, ഇത് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ്. ഒരു കറക്റ്റ് അളവിനുള്ള പഞ്ചസാര. അത് ചൂടായി കഴിയുമ്പോൾ അതിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ. അത് പഞ്ചസാര പാനി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ, പാനി ഉണ്ടാക്കുക. നമുക്ക് ഈ ഷുഗർ ഇതിൽ മിക്സ് ചെയ്യാം. ഷുഗർ ഇഷ്ടമാണോ കുട്ടിക്ക്? ഭയങ്കര ഇഷ്ടമാണോ? എരിവുള്ള ഡിഷസ് ആണോ ഇഷ്ടം കൂടുതൽ, അതോ എരിവില്ലാത്തതാണോ? രണ്ടും ഇഷ്ടം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഇത് മിക്സ് ചെയ്യണം. അങ്ങനെ ഒരു ഇങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി മാതിരി ആവണം എന്നില്ല, കുറച്ചൊന്ന് വെള്ളം സ്വീറ്റ് ആവണം. വെള്ളം സ്വീറ്റ് ആണ്. ഇത് മൊത്തം ഒന്ന് അലിഞ്ഞു ചേരണം. അപ്പൊ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് സ്വല്പം ഒരു ഗ്ലാസ് പഞ്ചസാര അല്ലേ? 1/4 ഗ്ലാസ്, കുറച്ച് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസിന്റെ അടുത്ത് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ യുവക്കുട്ടി നന്നായി മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ലൊരു മിക്സർ ആണ് യുവക്കുട്ടി എന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോ? അതെ. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ചേച്ചി എവിടെ പഠിക്കുന്ന റവ ലഡു ഉണ്ടാക്കാനായിട്ട്? ഇല്ല, ഇത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്നെ ഹസ്ബൻഡിന്റെ അമ്മയാണ് പഠിപ്പിച്ചത്. അമ്മായിമ്മ പഠിപ്പിച്ച വിഭവമാണ്. അമ്മച്ചി ആദ്യം ഉണ്ടാക്കി തന്നു. അത് ശരി. ഇത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു. അപ്പൊ അമ്മച്ചിക്ക് നമുക്ക് ഒരു ഡെഡിക്കേഷനും കൊടുത്തേക്കാം. പുള്ളിക്കാരി ഹാപ്പി ആയിക്കോട്ടെ അല്ലേ? ഇങ്ങനെ തിളച്ചു വരുമ്പോഴത്തേനാണ് നമ്മുടെ ഈ ഏലക്ക
വെച്ചിട്ടുണ്ടല്ലോ അതൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇത് അതിന് വല്ല അളവുണ്ടോ? ഇത്രത്തോളം ഏലക്ക അങ്ങനൊന്നുമില്ല. 2-3 ഫ്ലേവർ നമുക്കൊരു സ്മെല്ലിനാ ഒരു ഇതിന് വേണ്ടിട്ട്. അപ്പൊ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ സ്വല്പം ഏലക്ക ആഡ് ചെയ്യാതിരിക്കും. ഇപ്പൊ ഇതില് നമുക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. പക്ഷെ വീട്ടിൽ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നോണ്ടാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഓറഞ്ച് കളറോ യെല്ലോ കളറോ ഏത് കളർ വേണേലും ഇത് ആഡ് ചെയ്യാം. ഇതിപ്പോ പ്രിപ്പയർ ചെയ്ത് വരുമ്പോ വെള്ള കളർ ആയിരിക്കില്ല നമുക്ക് കിട്ടാ? ഇല്ല, ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ വൈറ്റ് കളർ അല്ല. കാരണം ഇത് നമ്മൾ വറുത്തൊരു ഗോൾഡൻ ബ്രൗൺ ഈ കളർ ആ ഒരു കളറായി. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് നമുക്ക് ഇനിയിപ്പോ ഈ തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അരമുറി തേങ്ങയാണോ? ഇപ്പൊ ഒരു ഗ്ലാസ് റവയ്ക്ക് ഞാൻ ഒരു പിടി എന്നുള്ള ഇതിപ്പോ 1.5 പിടി തേങ്ങയുണ്ട്. അപ്പൊ ഇത് അതിലായിട്ട് മിക്സ് ചെയ്യും. ഇവക്കുട്ടി ഇത് എപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചിരിക്കണ റവലഡു? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ അറിയാണ്ട് കട്ട് തിന്നാറുണ്ടോ? അങ്ങനെയില്ല. പിന്നെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി തരാം. അപ്പൊ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടോ? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ ഭയങ്കര ഇഷ്ടമാണോ ഈ സംഭവം? അപ്പൊ ഇവക്കുട്ടിയുടെ ഇരട്ടപ്പേര് റവലഡു എന്നാന്ന് കേട്ടല്ലോ, ശരിയാണോ? അങ്ങനൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ആദ്യം വെള്ളം വെച്ചു, അതിലേക്ക് പഞ്ചസാര ഇട്ടു, പഞ്ചസാര ലായനിയാക്കി, അതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊട്ടിച്ചിട്ടു. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയാ, ഒരു പിടി തേങ്ങ അല്ലെ, 1.5 പിടി തേങ്ങ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന കലാപരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം അല്ലേ? ഇത് എന്തോരം ഒഴിക്കണം? ഒരു സ്പൂൺ? ഒരു 1.5 സ്പൂൺ. 1.5 സ്പൂൺ. ഓക്കെ. 1.5 സ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇപ്പം ഇതിലേക്ക് നമുക്ക് ഈ റവ വറുത്ത് വെച്ചിരിക്കുന്ന റവ മിക്സ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഏകദേശം 1.5 ഗ്ലാസ് അല്ലേ? 1.5 ഗ്ലാസോളം റവ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ മെയിൻ താരം? റവ. അതുകൊണ്ടാണ് ഇതിന് റവലഡു എന്ന് പേര് അല്ലേ? ആ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം അല്ലേ? മിക്സ് ചെയ്യാം. ഓക്കെ. അതിൽ വെള്ളം വരുന്നുണ്ടോ? റെഡി ആയിട്ടുണ്ട്. അല്ലേ? അപ്പം ഇത് നമുക്ക് ചൂടോടെ തന്നെയാണ് ഇതിന്റെ ഉണ്ട പിടിക്കേണ്ടത്. ചൂടോടെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കൈകൊള്ളും. കുറച്ചു നേരം ഒന്ന് തണക്കാൻ വേണ്ടി വെക്കണം. ഒന്ന് മൂടി വെക്കാം. അത് ശരി. ഇതുപോലെ റവലഡു പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇവക്കുട്ടി നമ്മുടെ മമ്മൂക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? രാജാതിരാജയുടെ സെറ്റിൽ വെച്ച്? അങ്ങനെയൊന്നുമില്ല. നല്ല സ്മെല്ല് വരുന്നുണ്ടോ? ഒന്നുകൂടി സ്മെല്ല് എടുത്ത്. അതാ മുഖത്ത് തന്നെ എക്സ്പ്രഷനിൽ കാണാം, നല്ല സ്മെല്ലാണ് വന്നിരിക്കുന്നത്. ലഡു ഇനി മിക്സ് നമ്മൾ റെഡി ആക്കണം അല്ലേ? ഓക്കെ. വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മുടെ ഈ നെയ്യ് കയ്യില് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്ലേവർ കൂടി മുകളിൽ കിട്ടുന്നല്ലേ? ഓക്കെ. അപ്പൊ സ്വല്പം നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റവലഡു ഉണ്ടാക്കുന്നതാണോ ഇവക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം, അതോ റവലഡു കഴിക്കുന്നതാണോ? രണ്ടും ഇഷ്ടം. എന്നാൽ ഏറ്റവും ഇഷ്ടം ഏതാ? കഴിക്കണതാ. അതെന്താ കഴിക്കണത് ഏറ്റവും ഇഷ്ടം? വേണമെങ്കിൽ നമുക്കിതൊരു ഇതിന് വേണ്ടിയിട്ട് കാഷ്യൂ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഓക്കെ, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നാനായിട്ടല്ലേ? കാഷ്യൂ ഓർ ഗ്രേപ്സ് അങ്ങനെ എന്തെങ്കിലും. ഓക്കെ. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് റവലഡു എന്ന് പറയുന്നത്. നല്ലൊരു സ്നാക്ക് ഐറ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഗസ്റ്റ് വരാണെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം കൂടിപ്പോയ ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു നാടൻ വിഭവമാണ് റവലഡു. അപ്പൊ റവലഡു ഉണ്ടാക്കുന്ന കലാപരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവക്കുട്ടി നമുക്ക് വേണ്ടി ഒരു റവലഡു ഒന്ന് ശരിയാക്കി തന്നെ. ഓക്കെ. കുട്ടിയുടെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നെയ്യ് ഒഴിക്കുന്നത് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ശരിയാവോ? അത് റെഡിയാവോ? അത് ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ, അടിപൊളി അടിപൊളി. റവലഡു നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റൗണ്ട് തന്നെ ആവോ? ആവും. ഓക്കെ. ചെറിയൊരു താജ്മഹലാണ് ഇപ്പൊ അതിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കാൻ പഠിച്ചു. ആ, ഞാൻ കരുതി ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല, പക്ഷെ ശരിക്കും നല്ല റൗണ്ട് ആയിട്ട് തന്നെ ഉണ്ടാക്കി. ഇനി ഡെക്കറേറ്റ് ചെയ്യണല്ലേ നമുക്ക്? ഓക്കെ ഓക്കെ. സൂപ്പർ. ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നണല്ലേ?
ഞാനൊരു കിടിലൻ കുക്കാന്ന് പറഞ്ഞ ക്യാമറ നോക്കിയിട്ട്. ഞാനൊരു കിടിലൻ കുക്ക. ആ അതെ. അപ്പൊ നമ്മുടെ റവ ലഡു ഉണ്ടാക്കുന്ന പരിപാടി ഏകദേശം സെറ്റ് ആയിരിക്കണം. നമ്മൾ ഒരു പിടി നല്ല റവ ലഡു നമ്മൾ ഉണ്ടാക്കി, കുറച്ചധികം ഉണ്ടാക്കി അല്ലേ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് വേണ്ടി ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവക്കുട്ടിയാണ്. ഇവക്കുട്ടി ടേസ്റ്റ് ചെയ്യല്ലേ? പറയാൻ കാത്തിക്കായിരുന്നു തോന്നുന്നു. ഓക്കെ, എടുക്കാം. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞങ്ങൾ കഴിക്കാനുള്ള സമയമാണ്. ഞങ്ങൾ ഇത് കഴിച്ചു നോക്കട്ടെ. സോ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ചേച്ചി ഒരുപാട് താങ്ക്സ്. സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടപ്പോ തന്നെ. എന്തായാലും ഞാനും കഴിച്ചു നോക്കാം. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കണം.